തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ആദ്യ നടപടിയുണ്ടായിരിക്കുന്നു. പ്രധാനാധ്യാപിക സുജയെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മാനേജ്മെന്റിനും ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കും പിഴവ് പറ്റിയെന്നും അവർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന സൂചന ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിമാർ മരിച്ച മിഥുന്റെ വസതിയിൽ എത്തിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും അല്പസമയം മുൻപ് സ്കൂൾ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം മിഥുന്റെ വസതിയിലേക്ക് എത്തുകയാണ് മന്ത്രിമാർ. അമ്മ നാളെ എത്തിച്ചേരും എന്നുള്ളതാണ്. സംസ്കാരം നാളെ തന്നെ ഉണ്ടാകും. നിർമ്മാണ തൊഴിലാളിയാണ് അച്ഛൻ. തീർത്തും നിർധനരായ ഒരു കുടുംബമാണ്. നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരുന്നു. 3 തലങ്ങളിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. വൈദ്യുതി വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഒപ്പം പോലീസിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യ പടി എന്ന നിലയ്ക്കാണ് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയുണ്ടാകും. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നതിൽ വിശദമായൊരു അന്വേഷണം സർക്കാർ നടത്തുകയാണ്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്ത്, മന്ത്രിമാർ മിഥുന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ. മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ ധനമന്ത്രി KN ബാലഗോപാലും ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സ്കൂളിൽ എത്തിയ ശേഷമാണ്, സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് അവരിപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ചില പ്രതിഷേധങ്ങളൊക്കെ മന്ത്രിക്ക് നേരെ ഉണ്ടായിരുന്നു. RYF പ്രവർത്തകർ കരിങ്കൊടി വീശുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങൾ നേരെ ഉണ്ടായിരുന്നു. RYF പ്രവർത്തകർ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധങ്ങൾ. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ശേഷം അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, കുട്ടിയുടെ പിതാവ് മനുവുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നേരത്തെ തന്നെ ഫോണിൽ ഇദ്ദേഹം ഇവരുമായൊക്കെ സംസാരിച്ചിരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ അമ്മ നാളെ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ KN ബാലഗോപാൽ മന്ത്രിയും ഇപ്പോൾ കുട്ടിയുടെ പിതാവ് മനുവുമായി ചർച്ച ചെയ്യുകയാണ്. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. മുൻ മന്ത്രി ജമേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെയുള്ളവരും ഇവിടെയുണ്ട്. ഉല്ലാസ് കോവൂർ കുഞ്ഞുമോൻ MLA, ഇവിടുത്തെ MLA നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. മന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. സ്കൂളിലെ അദ്ദേഹത്തിനോടൊപ്പം സന്ദർശിച്ച ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തേടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. നാളെ എത്ര സംസ്കാര സമയവുമൊക്കെ തന്നെ നേരത്തെ തീരുമാനിച്ച് വീട്ടുകാർ അറിയിച്ചിരുന്നു. വൈകിട്ട് 4 മണിയോട് കൂടിയായും സംസ്കാര ചടങ്ങുകൾ ചെയ്യും. വീട്ടിലേക്ക് എത്തുക. രാവിലെ 10 മണിയോടുകൂടി മൃതദേഹം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാകും വീട്ടിലേക്ക് കൊണ്ടുവരിക. 12 മണിയോടുകൂടിയാകും പൊതുദർശനത്തിന് വെച്ച ശേഷമാകും വീട്ടിലേക്ക് കൊണ്ടുവരിക. 12 മണിയോടുകൂടിയാകും വീട്ടിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അവിടെ എത്തുന്ന സ്കൂളിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും അക്കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രി നേരിട്ട് പറയുകയാണ്. ഒപ്പം തന്നെ അവർക്ക് കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം മന്ത്രി അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ ഇടപെടൽ, വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായി ഇടപെടുകയും വിഷയത്തിൽ കുറ്റക്കാരായവർക്കെതിരെ മുഴുവൻ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പ്രധാനാധ്യാപികയ്ക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ പ്രധാനാധ്യാപികയിൽ നടപടിയിൽ ഒതുക്കാതെ ബാക്കിയുള്ളവർക്കെതിരെ നടപടി ശക്തമായി ഈ കാരണക്കാരായവർക്കെതിരെ മുഴുവൻ നടപടി വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി മുത്തശ്ശിയെ കാണുന്നതിന് വേണ്ടി വീട്ടിനുള്ളിലേക്ക് കടക്കുക. മിഥുന്റെ വസതിയിലേക്കാണ് മന്ത്രിമാർ എത്തിച്ചേർന്നത്. അല്പസമയം മുൻപ് സ്കൂളിൽ സന്ദർശനം നടത്തി അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. മിഥുന്റെ പിതാവിനെ ഉൾപ്പെടെ സാന്ത്വനിപ്പിക്കുകയാണ് മന്ത്രിമാർ. ഒപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ MLAയും അവർക്കൊപ്പമുണ്ട്.